ബിഗ് ബോസ് താരമായ അഖിൽ മാരാറും ഭാര്യയും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാണ്. ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പങ്കുവച്ച് എത്താറുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇത് കാതോർത്ത് ഇരിക്കാറുമുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വൈറലായ വാർത്ത. 5 കുട്ടികൾ വേണമെന്നായിരുന്നു ഈ ദമ്പതികൾക്ക് ആദ്യം ആഗ്രഹം. എന്നാൽ 2 പെൺകുട്ടികളായതോടെ തന്നെ ഇവർ ഗർഭം നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നീങ്ങിയിരുന്നു. അതിനുള്ള സർജറിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും 5 കുട്ടികൾക്കായുള്ള ഒരു പ്രാർത്ഥനയാണ് തുടങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് വീണ്ടും തുടങ്ങുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് അഖിൽ മാരാറും ഭാര്യയും ഒരുമിച്ചെത്തി പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ അഖിൽ മാരാറിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുകയാണ്. ഉടൻ തന്നെ അമ്മയും അച്ഛനുമാകാനാകട്ടെ എന്നാണ് പ്രേക്ഷകർ തന്നെ ആശംസിക്കുന്നത്. ട്രീറ്റ്മെൻറ്റൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ച് ദൈവം നല്ലൊരു കുഞ്ഞിനെ തരട്ടെ എന്ന് തന്നെ പ്രേക്ഷകരും ആശംസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഖിൽ മാരാർ പങ്കുവയ്ക്കുന്ന ഈ പുത്തൻ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരെ ഏറ്റെടുക്കുന്നത്. ബിഗ് ബോസ് ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയ താരമാണ് അഖിൽ മാരാർ എന്ന് പറയാം. ഷോയ്ക്ക് ശേഷവും സ്വീകാര്യത നിലനിൽക്കാനായി തന്നെ അഖിൽ മാരാറിന് സാധിച്ചു. വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴായിരുന്നു അഖിൽ മാരാർ ബിഗ് ബോസിലേക്ക് അരങ്ങേറ്റമായി എത്തുന്നത്. എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റുകയായിരുന്നു മാരാർ ട്രിക്ക്. അഖിൽ മാരാർ ബിഗ് ബോസ് വീടിനുള്ളിൽ താരമായപ്പോൾ പുറത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിയും ആരാധകരെ തേടിയെത്തിയിരുന്നു. ബിഗ് ബോസിന് ശേഷം വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു. ഇവരും സന്തോഷത്തോടെ അഭിമുഖങ്ങളിൽ എത്തുന്നതൊക്കെ തന്നെയും പ്രേക്ഷകർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാരാറും ലക്ഷ്മിയും ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അഖിൽ മാരാറും ലക്ഷ്മിയും. ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു അഭിമുഖത്തിലാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അണ്ണൻ പറഞ്ഞു ചുരുണ്ട മുടി മതിയെന്ന്. എന്നാൽ ചുരുണ്ട മുടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് കളർ ചെയ്തെന്ന് കരുതി ലക്ഷ്മി ഇപ്പോൾ മോഡേൺ ലുക്കിലേക്കായതും ട്രാൻസ്ഫോർമേഷനും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൈസ വരുന്നതിന്റെ പൊങ്ങച്ചം ഭാര്യയ്ക്കുള്ളതായി തോന്നുന്നുണ്ടെന്ന് അഖിൽ മാരാർ തന്നെ തുറന്നു പറയുകയാണെന്നും ഇത്തിരി ജാടയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറയുന്നു. ഫാഷൻ, ഐഫോൺ വേണം, തയ്യൽ മെഷീൻ വേണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണും. എന്തെങ്കിലും കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങൾ തയ്ക്കുവാണെങ്കിൽ ഇവർക്കും തയ്യൽ മെഷീൻ വേണം. ഇനി ഏതെങ്കിലും പെണ്ണുങ്ങൾ 2 പീസിലാണ് നിൽക്കുന്നതെങ്കിൽ അവൾക്കതും വേണം. എനിക്കാണെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് നോക്കി ജീവിക്കുന്നത് തീരെ ഇഷ്ടവുമല്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ള വണ്ണമുള്ളൊരു പെണ്ണുണ്ട്. അവളെ ഞാൻ നോക്കിയപ്പോൾ ഇവൾക്കും വണ്ണം വെക്കണം. വണ്ണം വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ 2-3 മെലിഞ്ഞ പെണ്ണുങ്ങളുടെ റീൽസ് കാണുന്നത്. ഒരുവിധം വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി പറയും. അണ്ണ, എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഡിപ്രഷനാണ്. അവരെല്ലാം മെലിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് വണ്ണം വെച്ചിട്ട് വരികയാണ്. ഇയാൾ എന്നെ വിഷമിപ്പിക്കടെ ഒരു ദിവസം തന്നോട് പറഞ്ഞെന്നും അഖിൽ മാരാർ പറയുന്നു. ലക്ഷ്മിയുടെ അമ്മയുമായി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അഖിൽ മാരാർ ഒക്കെ തന്നെയും ഈ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 5 കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം സബലീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇവർ. 2.5 ലക്ഷം രൂപ മാസ ചിലവ് വരും. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേയുള്ള ചിലവാണിതെന്ന് പറയുന്നു. പൈസ വരുന്നതിന്റെ പൊങ്ങച്ചമുണ്ടെന്നൊക്കെ കളിയാക്കി പറഞ്ഞത് വലിയ ട്രോളുകളിലേക്ക് മകളുടെ ഭാര്യയ്ക്ക് നീങ്ങുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇവർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. 5 കുട്ടികളൊന്നും ആയില്ലെങ്കിലും കൂടുതൽ പറ്റുന്നത് പോലെ ദൈവം തരുന്നത് പോലെ തരട്ടെ എന്നും ഇനി ഞങ്ങൾക്ക് പോറ്റാനുള്ള ആവതുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നതെന്നും ലക്ഷ്മിയും അഖിൽ മാരാറും പറഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.